ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 6th മാത്തമാറ്റിക്സ് ചാപ്റ്റർ നമ്പർ 2 ആവറേജസ് ആണ്. ഫസ്റ്റ് ടോപ്പിക് ഇസ് ഡൊണേഷൻ മാത്ത്. ഡൊണേഷൻ എന്ന് വെച്ചാൽ സംഭാവന. അപ്പോൾ സംഭാവന കണക്കാണ് ഫസ്റ്റ് നോക്കുന്നത്. വായിച്ചു നോക്കാം. ചിൽഡ്രൻ ഇൻ ക്ലാസ് 6th ഡിസൈഡഡ് ടു റേസ് 1000 rupees ടു ബൈ ബുക്സ് ഫോർ ദ ലൈബ്രറി. അപ്പോൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 6th ക്ലാസ്സിലെ കുട്ടികൾ 1000 rupees പിരിക്കാൻ തീരുമാനിച്ചു. There are 40 children in the class. ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 40 കുട്ടികളുണ്ട് ക്ലാസ്സിൽ. ആൻഡ് they decided that all of them should give the same amount. എല്ലാ കുട്ടികളും ഒരേ തുക കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. How much should each give? അപ്പോൾ ഓരോ കുട്ടിയും എത്ര രൂപ വീതം കൊടുക്കണം? To compute this, we need only divide 1000 by 40, right? അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി 1000 രൂപയെ 40 കുട്ടികളുമായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടില്ലേ ഒരു കുട്ടി എത്ര രൂപ വീതം കൊടുക്കണമെന്ന്. ഇവിടുത്തെ പിക്ചർ നോക്ക്. ₹1000 എവറി സ്റ്റുഡൻറ്റ് സെയിം എമൗണ്ട്. ഓരോ കുട്ടി ഒരേ തുക വേണമെന്ന്. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 40 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 1000 by 40 ചെയ്താൽ നമുക്ക് കിട്ടും ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 40 കുട്ടികളും 25 രൂപ വീതം കൊടുത്താൽ 25 rupees ഈച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര പീസ് കളക്ട് ചെയ്യാൻ പറ്റും? ടോട്ടൽ 1000 rupees കളക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് 1000 ഡിവൈഡഡ് ബൈ 40 ഇസ് 25. അപ്പോൾ ഓരോ കുട്ടിയും 25 rupees വെച്ച് കൊടുത്താൽ വി ക്യാൻ കളക്ട് 1000 rupees. ഈ ബേസിക് കാര്യം മനസ്സിലായോ? നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ എന്താണ്? ടീച്ചർ പറയാണ് 1200 rupees ആണ് വേണ്ടത്. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 30 സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടെ ടീച്ചർ എടുത്ത് പറഞ്ഞിട്ടില്ല സെയിം എമൗണ്ട് ആണ് ഒരു കുട്ടി തരേണ്ടതെന്ന്. അപ്പോൾ കുറച്ച് കുട്ടികൾ കുറച്ച് കൂടുതൽ പൈസ കൊടുക്കും, ചിലവർ കുറച്ച് കുറവ് പൈസ കൊടുക്കും. എങ്ങനെയെങ്കിലും എല്ലാവരും കൊടുത്തിട്ട് ടോട്ടൽ 1200 കൊടുക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കുട്ടിയും കൊടുത്ത തുക എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അല്ലേ? If all had given the same amount, each would have given 40 rupees. പക്ഷേ എല്ലാ കുട്ടികളും ഒരേ തുക തന്നെയാണ് കൊടുത്തതെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? 1200 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 rupees. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഓരോ കുട്ടിയും 40 rupees ആണ് കൊടുത്തതെന്ന്. ഏത് കേസിൽ? എല്ലാ കുട്ടികളും ഒരേ തുക വീതമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ. If all had given less than 40 rupees, they could not have reached 1200 rupees. അല്ലേ? ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും? ഓരോ കുട്ടിയും 40 രൂപയിൽ കുറവാണ് കൊടുത്തിരുന്നെങ്കിൽ ടോട്ടൽ 1200 റേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻ ദ സെയിം വേ ഓൾ കുഡ് നോട്ട് ഹാവ് ഗിവൻ മോർ ദാൻ 40 rupees. ഇനി എല്ലാവരും 40 രൂപയിൽ കൂടുതലാണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് 1200 റേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. പക്ഷേ 1200-നേക്കാളും കൂടുതലാണ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുക. ഓരോ കുട്ടിയും 40 കൂടുതൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1200 കൂടുതൽ പൈസയാണ് നമ്മൾ റേസ് ചെയ്യുക. So we can say something like this. If all had given the same amount, then each would have given 40 rupees. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പറയാം. എല്ലാ കുട്ടികളും ഒരേ തുക തന്നെയാണ് കൊടുത്തെങ്കിൽ ഓരോരുത്തരും കൊടുത്തത് 40 രൂപ വീതമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. If some had given less than 40 rupees, then some others must have given more than 40 rupees. അല്ലേ? അതായത് ചില കുട്ടികൾ 40 രൂപയേക്കാൾ കുറവാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റു ചില കുട്ടികൾ 40 rupees-നേക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ടാവണ്ടേ? എന്നാലല്ലേ നമുക്ക് ടോട്ടൽ 1200 വരുത്തിക്കാൻ പറ്റൂ. കാരണം എന്തുകൊണ്ടാണ്? എല്ലാവരും 40 കുറവാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1200 രൂപ റേസ് ചെയ്യാൻ പറ്റില്ല. അതിൽ കുറവേ റേസ് ചെയ്യാൻ പറ്റൂ. പക്ഷേ എല്ലാവരും 40 കൂടുതലാണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ 1200-ക്കാളും കൂടുതൽ പൈസ റേസ് ചെയ്യുന്ന അവസ്ഥയാവും. അപ്പോൾ കുറച്ച് കുട്ടികൾ 40 കുറവും കുറച്ച് കുട്ടികൾ 40 കൂടുതലുമാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ 40 രൂപ ഇവിടെ എന്താണ്? ആവറേജ് ആണ്. ഈ 40 രൂപ ഇവിടെ ആവറേജ് എമൗണ്ട് ആണ്. ഹിയർ വി സേ ദാറ്റ് ദി ആവറേജ് എമൗണ്ട് ഈച്ച് കിഡ് ഗേവ് ഇസ് 40 rupees. ഈ ഒരു ശരാശരി എമൗണ്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? 40 rupees ആണ്. അപ്പോൾ ഏകദേശം ആവറേജ് എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Average problems. Manikuttan supplies milk to the society each day. Last week, he supplied 56 liters in all. How much did he give each day of this week on average? അപ്പോൾ മണിക്കുട്ടൻ എല്ലാ ദിവസവും സൊസൈറ്റിയിൽ പാൽ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ടോട്ടൽ 56 ലിറ്റർ പാലാണ് കൊടുത്തത്. ഒരു ദിവസം ശരാശരി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത് എന്നാണ് ചോദ്യം. The amount given on all days may not be the same.
Average per day means how much he would have given each day. Had he given the same amount on all days, so the average in this case is 56 divided by 7 equal to 8 liters. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എല്ലാ ദിവസവും കൊടുത്ത പാലിൻ്റെ അളവ് ഈക്വൽ അല്ല അല്ലേ? നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. തുല്യമാണെങ്കിൽ തന്നെ ഓരോ ദിവസം എത്ര പാൽ നൽകിയിട്ടുണ്ടാവും? അപ്പോൾ നമുക്ക് ആവറേജ് എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? ഈവൻ ദോ കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും ഈക്വൽ എമൗണ്ട് അല്ല കൊടുക്കുന്നത്, പക്ഷേ നമുക്ക് ഏകദേശം ആവറേജ് ശരാശരി എത്ര ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരാഴ്ച ലാസ്റ്റ് വീക്ക് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ നമ്മൾ 7 ഡേയ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. ടോട്ടൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 56. അപ്പം നമ്മൾ 56 ഡിവൈഡഡ് ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 8 ലിറ്റേഴ്സ് പാലാണ് ഓരോ ദിവസവും ഏകദേശം ശരാശരി കൊടുത്തിരിക്കുന്നത്. As mentioned at the beginning, this does not mean he supplied exactly 8 liters each day. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസവും 8 ലിറ്റർ പാല് തന്നെ കൊടുത്തു എന്നല്ല ഇതിൻ്റെ അർത്ഥം. It might be 7 liters one day and 9 liters other day. It might be slightly more or less than 8 liters each day. അതായത് എന്താണ് ഈ പറയുന്നത്? ചിലപ്പോൾ ഒരു ദിവസം 7 ലിറ്ററും വേറൊരു ദിവസം 9 ലിറ്ററും ആവാൻ കൊടുത്തത്. 8 ലിറ്ററിൽ അല്പം കൂടുതലോ അല്ലെങ്കിൽ കുറച്ച് കുറവോ ആവാം ഓരോ ദിവസം കൊടുക്കുന്നത്. പക്ഷേ ഇറ്റ് ഈസ് വെരി മച്ച് അൺലൈക്ലി ദാറ്റ് ഹി ഗീവ് ഓൺലി 1 ലിറ്റർ വൺ ഡേ ആൻഡ് 15 ലിറ്റേഴ്സ് അതർ ഡേ. എന്നാൽ ഒരു ദിവസം 1 ലിറ്ററും മറ്റൊരു ദിവസം 15 ലിറ്ററും കൊടുത്തു എന്നുള്ള സാധ്യത വളരെ കുറവാണല്ലേ? അങ്ങനെ ഒരിക്കലും കൊടുക്കില്ല. ഒരു ദിവസം സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് 1 ലിറ്റർ പാൽ കിട്ടി, മറ്റേ ദിവസം എല്ലാവർക്കും 15 ലിറ്റർ വീതം കൊടുക്കുമോ? ഇല്ല. എപ്പോഴും എന്താ നമ്മുടെ ആവറേജ് എമൗണ്ട്, അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് 8 ലിറ്ററിൽ കുറച്ച് കുറവ്, അതിപ്പം 6 ആവാം, 7 ആവാം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ 9 ആവാം, 10 ആവാം, 8.5 ആവാം. 8 അതായത് ആവറേജിന് അടുപ്പിച്ചിട്ടുള്ള വാല്യൂസാണ് കൊടുത്തിട്ടുണ്ടാവുക. നമുക്കിനി ആവറേജ് എന്താണെന്നൊന്ന് ബേസിക് നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച് നോക്കാം. ആവറേജിൻ്റെ ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സം ഓഫ് ഓൾ വാല്യൂസ്, അതായത് ടോട്ടൽ സം ഓഫ് ഓൾ വാല്യൂസ് ഗിവൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ആണ് ആവറേജിൻ്റെ ഫോർമുല. ഇതാണ് ഈ എൻറ്റയർ ചാപ്റ്ററിൻ്റെ മെയിൻ കോൺസെപ്റ്റ്. എന്താണ്? ആവറേജ്, അതായത് ശരാശരി എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിനെയും ആഡ് ചെയ്ത് കിട്ടുന്ന ആ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ എത്ര വാല്യൂസ് തന്നിരിക്കുന്നു, അതായത് നമ്പർ ഓഫ് വാല്യൂസ് ആണ് ആവറേജിൻ്റെ ഫോർമുല. നമുക്ക് ഏതൊരു എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുടെ 1 2 3 4 5 6 6 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കുട്ടിയുടെ ഹൈറ്റ് 110, 120, 125, 130, 145, 150. ഇതാണ് ഡിഫറെൻറ്റ് ഹൈറ്റ് ഓരോ കുട്ടിയുടെയും. അപ്പോൾ നമുക്ക് ആവറേജ് നമ്മുടെ ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്താലോ? അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 110 പ്ലസ് 120 പ്ലസ് 125 പ്ലസ് 130 പ്ലസ് 145 പ്ലസ് 150 ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ടോട്ടൽ സം ഓഫ് വാല്യൂസ് കിട്ടൂ. അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 780. ഇനി നമ്മൾ ആ കിട്ടിയ വാല്യൂവിനെ നമ്മൾ എത്ര കുട്ടികളുണ്ട് എന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കുട്ടികളുണ്ട്? 6 കുട്ടികൾ. അപ്പോൾ നമുക്ക് 780 ബൈ 6 130 സെൻറ്റിമീറ്റർ ആണ് ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. On 5 days, a man spends 300 rupees, 250 rupees, 270 rupees, 280 rupees and 290 rupees. How much did he spend each day on average? അപ്പോൾ ഒരാളുടെ 5 ദിവസത്തെ ചിലവ് എത്രയാണ്? 300 രൂപ, 250 രൂപ, 270 രൂപ, 280 രൂപ, 290 രൂപ എന്നിങ്ങനെയാണ്. അയാൾക്ക് ഒരു ദിവസം ശരാശരി എത്ര രൂപയാണ് ചിലവായതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ആവറേജ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് ഈക്വൽ ടു ടോട്ടൽ അല്ലേ, സം ഓഫ് ഓൾ വാല്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 300 പ്ലസ് 250 പ്ലസ് 270 പ്ലസ് 280 പ്ലസ് 290 ചെയ്യണം അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ സം കിട്ടും. ഇനി ടോട്ടൽ സം കിട്ടിയിരിക്കുന്ന ടോട്ടൽ സമ്മിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് വാല്യൂസ് എത്രയുണ്ട്? 1 2 3 4 5 ഡേയ്സ് അല്ലേ? ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ഈ ടോട്ടൽ സം? ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂയാണ് 1390 ഡിവൈഡഡ് ബൈ 5 ചെയ്യണം അല്ലേ? അപ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുക. അപ്പോൾ എത്രയാണ് ആവറേജ്? ഇതിൻ്റെ വാല്യൂ 278 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ദിവസം ഇയാൾ സ്പെൻഡ് ചെയ്യുന്ന പൈസ എത്രയാണ്?
278 രൂപയാണ്. 278 റുപ്പീസാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഹൗ മച്ച് ഡിഡ് ഹീ സ്പെൻഡ് ഇൻ ഓൾ? അത് എത്രയാണ്? 1390 അല്ലേ. ഇൻ ഹൗ മെനി ഡേയ്സ്? 5 ഡേയ്സിലാണ് ഇയാൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവറേജ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്ന വാല്യൂ എത്രയാണ്? 278. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See the length of cloth needed to make shirts for some kids in Sudhir's class. There are 23 boys in this class. How much should be bought to make shirts for all? സുധീറിൻ്റെ ക്ലാസ്സിലെ ചില കുട്ടികൾക്ക് കുപ്പായത്തിന് ആവശ്യമായ തുണിയുടെ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സുധീറിന് 110, രവി 130, രമേശ് 120, സുഹേൽ 140, ജോസഫ് 100. അപ്പോൾ ക്ലാസ്സിൽ ടോട്ടൽ 23 ആൺകുട്ടികളാണ് ഉള്ളത്. എല്ലാവർക്കും കൂടി ഏകദേശം എത്ര മീറ്റർ തുണി വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് നോക്കുക? അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒരേ അളവ് തുണിയാണ് വേണ്ടിയിരുന്നെങ്കിൽ 23 കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവ് കൃത്യമായിട്ട് കണ്ടെത്തായിരുന്നു അല്ലേ. പക്ഷേ ഈ ഒരു ടേബിൾ അനുസരിച്ച് 5 കുട്ടികൾക്ക് ആകെ വേണ്ട തുണിയുടെ അളവ് എത്രയാണ് നമുക്കത് കണ്ടുപിടിക്കാൻ ഇത് മുഴുവൻ ടോട്ടൽ ചെയ്താൽ പോരെ. അതായത് 110 + 130 + 120 + 140 + 100 വിച്ച് ഈസ് 600 ആണ് ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരേ ലെങ്ത്ത് തുണി തന്നെയാണ് വേണ്ടിയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 600നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 120. അപ്പോൾ നമുക്ക് പറയാം ഒരു കുട്ടിക്ക് 120 സെൻറ്റിമീറ്റർ തുണിയാണ് ആവശ്യമെന്ന് പറയാൻ പറ്റുമല്ലേ. അതായത് ആവറേജ് 120 സെൻറ്റിമീറ്റർ തുണിയാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. ഇവർ ഒരു ക്ലാസ്സിലെ കുട്ടികളാണല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളാകുമ്പോൾ അവർ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും. അവരുടെ സൈസും ഹൈറ്റും തടിയും ഒക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും. എല്ലാവരും ഒരുപോലെ ആണെന്നല്ല, എക്സ്ട്രീംസ് ഉണ്ടാവും. മെലിഞ്ഞ കുട്ടി ഉണ്ടാവും, കുറച്ച് നല്ല തടിയുള്ള കുട്ടി ഉണ്ടാവും, ഹൈറ്റ് കുറഞ്ഞ കുട്ടിയുണ്ടാവും, ഹൈറ്റ് കൂടുതലുള്ള കുട്ടി ഉണ്ടാവും. പക്ഷേ ഏകദേശം നമ്മൾ വെച്ച് നോക്കുമ്പോൾ എത്രയാണ്? ഒരു കുട്ടിക്ക് 120 സെൻറ്റിമീറ്റർ തുണിയാണ് ഒരു കുട്ടിക്ക് വേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ. കാരണം അവരുടെ അളവിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ തുണിയുടെ അളവ് നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റും? ടോട്ടൽ ലെങ്ത് റിക്വയർഡ് for 23 students will be 23 × 120 which is 2760 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് ഈ 2760 സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ 27.60 മീറ്റർ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 27 മീറ്റർ ആൻഡ് 60 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മൾ കുറച്ച് 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കോൺസെപ്റ്റ്, നമ്മളിപ്പോൾ പഠിച്ച കോൺസെപ്റ്റ് റിലേറ്റഡ് 4 ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഓരോന്നായി നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡഡ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ ആർ 34, 35, 32, 33, 31. വാട്ട് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ അറ്റൻഡഡ് ക്ലാസ്സസ് ഈച്ച് ഡേ? തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഹാജരായ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 34, 35, 32, 33, 31 എന്നാണ്. ഓരോ ദിവസവും ആവറേജ് എത്ര കുട്ടികൾ ക്ലാസ്സിൽ വന്നു എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ സം കണ്ടുപിടിക്കണം, ടോട്ടൽ സം. സോ ഫോർ ദാറ്റ് വീൽ ആഡ് 34 + 35 + 32 + 33 + 31. അതിന് നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യും? എത്ര ദിവസം ഉണ്ടായിരുന്നു അല്ലേ? മൺഡേ ടു ഫ്രൈഡേ എത്ര ദിവസമുണ്ട്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 5 ഡേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യും. സോ ടോട്ടൽ കൂട്ടിയിട്ട് നമുക്ക് കിട്ടും 165/5 വിച്ച് വിൽ ബി 33. അപ്പം ആവറേജ് ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 33 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: The table shows the amount of electricity used in Majid's house for some months. What is the average amount of electricity used per month? What are the months on which usage is more than the average? മജീദിൻ്റെ വീട്ടിലെ ചില മാസങ്ങളിലെ വൈദ്യുതി ഉപയോഗമാണ് ഈ ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. ആ വീട്ടിലൊരു മാസം ആവറേജ് എത്ര യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി ആ ശരാശരിയേക്കാൾ ആവറേജിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ ആദ്യം ആവറേജ് ഇലക്ട്രിസിറ്റി, ഒരു മാസം ആവറേജ് ഇലക്ട്രിസിറ്റി എത്ര യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഇത് മുഴുവൻ ആഡ് ചെയ്യണം. 85 + 90 + 75 + 82 + 78 നമുക്ക് എത്ര കിട്ടും? ഇനി നമ്മൾ എന്ത് ചെയ്യണം? 410 ഡിവൈഡഡ് ബൈ 5 ചെയ്യും. കാരണം എന്താ? 5 months ആണ് കൊടുത്തിരിക്കുന്നത്. ജാൻ, ഫെബ്, മാർച്ച്, ഏപ്രിൽ, മെയ്. മന്താണെന്ന് വെച്ചാൽ 30 ഒന്നും എടുക്കാൻ നിൽക്കരുത്. ടേബിളിൽ എത്ര വാല്യൂസാണ് കൊടുത്തിരിക്കുന്നത്? 5 വാല്യൂസ്, അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം 410 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 8 times 40, 10, 2 times 82. 82 ആണ് ആവറേജ് ഇലക്ട്രിസിറ്റി യൂണിറ്റ്
യൂണിറ്റ് യൂസ്ഡ് പെർ മന്ത്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഇസ് മോർ ദാൻ ദി ആവറേജ്. അപ്പോൾ ആവറേജ് എത്ര? 82. 82-നേക്കാളും കൂടുതൽ യൂണിറ്റ് യൂസ് ചെയ്ത മന്ത്സ് ഏതൊക്കെയാണെന്ന് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ 85 കാണാം, 90 കാണാം. 75 ലെസ് ആണ്, 82 ഈക്വൽ ആണ്, 78 ഇസ് ഓൾസോ ലെസ്. ജാനുവരി ഫെബ്രുവരി മന്തിൽ മാത്രമാണ് electricity usage more than average. Next question. The weights of players in a team are 68 kilograms, 72 kg, 80 kg, 70 kg, 60 kg and 70 kg. What is the average weight of a player in the team? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എല്ലാവരെയും ആഡ് ചെയ്യണം. 68 plus 72 plus 80 plus 70 plus 60 plus 70 we get it as 420 divided by എത്ര പ്ലേയേഴ്സ് ഉണ്ട് നോക്കണം അല്ലേ. അപ്പോൾ 1 2 3 4 5 6 പ്ലേയേഴ്സ് ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആവറേജ് വെയിറ്റ് എത്രയാണ്? 70. The total income of a man in 80s is 1840 rupees. What is the average income per day? ഇവിടെ വളരെ സിമ്പിളാണ്, കാരണം ടോട്ടൽ ഇൻകം തന്നെ തന്നിട്ടുണ്ട് 1840 ആണ്, 8 ഡേയ്സ് ആണ് തന്നിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഇസ് 1840 ബൈ 8. അപ്പം നമുക്ക് എത്ര കിട്ടും? 230 ആണ് ആവറേജ് ഇൻകം പെർ ഡേ. ഓക്കെ, നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതുവരേക്കും ബൈ.